السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാരെ, വിധി നിർണയിക്കുന്ന വിധികർത്താക്കളെ, പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കളെ, നാം ഏവരും ഒരു പോരാട്ട വേദിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ വേദിയിൽ നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം സോഷ്യൽ മീഡിയ വിനോദത്തിനല്ല വ്യക്തിത്വ വികസനത്തിനാണ് എന്ന വിഷയത്തിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയാം. 1997-ലും 2000-നുമെല്ലാം മുമ്പ് ഒരു മനുഷ്യൻ മറ്റൊരു മാനവന്റെ അടുക്കൽ പോയി പറയുകയാണ്, അല്ലയോ സഹോദര, നിന്റെയൊരു കാലഘട്ടം ആഗതമാകും. അന്നേ കാലഘട്ടത്തെ നീ നിന്റെ റൂമിന്റെ അകത്തലങ്ങളിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒരു സെക്കൻഡ് കൊണ്ടോ ഒരു മിനിറ്റ് കൊണ്ടോ ലോകം മുഴുവൻ കീഴടക്കി അറിയുമെന്ന് പറയുമ്പോൾ അന്നത്തെ സമൂഹം അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് മുദ്രവിക്കപ്പെടുന്ന കാലഘട്ടത്തെ മറുപടിയായിക്കൊണ്ട് തന്നെ 1997-ലും 2000-നും ഇടയിൽ ഒരു വിപ്ലവം ഇറങ്ങുകയാണ്. ആ വിപ്ലവത്തിന്റെ പേര് സോഷ്യൽ മീഡിയ. സഹോദരെ, ഇന്നത്തെ ലോകത്ത് സോഷ്യൽ മീഡിയ ഒരു അവിഭാജ്യ ഘടകമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വിവരസാങ്കേതിക രംഗത്ത് മനുഷ്യരുടെ വളർച്ചയോട് കയ്യിൽ നിൽക്കുന്ന ഈ മാധ്യമം ചിലർ വിനോദത്തിന് മാത്രം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അത് യഥാർത്ഥത്തിൽ വ്യക്തിത്വ വികസനത്തിനും സാമൂഹ്യ നിർമ്മാണത്തിനും ഒരു നല്ല വേദിയായി ഉപയോഗിക്കപ്പെടേണ്ടതാണ്. ഇന്ന് ഇന്ത്യയിൽ മാത്രം 2024 കണക്കുകൾ പ്രകാരം ഏകദേശം 820 മില്യൺ ആളുകളാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുള്ളത്. അതിൽ 70% ആളുകളും 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള യുവാക്കളാണ്. എന്നാൽ ശ്രദ്ധേയമായ കാര്യം, ദേശീയ തലത്തിലുള്ള സർവേകളിൽ 45% യുവാക്കൾ അവരുടെ സമയം അമിതമായി സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്നു എന്നതാണ്. കേരളത്തിൽ നടത്തിയ സംഭവത്തിൽ 15 വയസ്സ് മുതൽ 29 വയസ്സുകാരിൽ 23% പേർ ഡിജിറ്റൽ എഡിഷൻ പ്രശ്നം നേരിടുമെന്ന് ആരോഗ്യവകുപ്പ് നടത്തിയ പഠനത്തിൽ കണ്ടെത്തി. സമയം കളയരുത് എന്ന് ഖുർആനിൽ വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. അഥവാ കാലത്തെ സാക്ഷി മനുഷ്യർ നഷ്ടത്തിലാണ്, വിശ്വസിച്ചവരും നല്ല പ്രവൃത്തി ചെയ്തവരും ഒഴികെ. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പറയുന്നുണ്ട്, 2 അനുഗ്രഹങ്ങളുണ്ട്, അതിൽ പലരും വഞ്ചിക്കപ്പെട്ടു. ഒന്ന് ആരോഗ്യം, രണ്ടാമത്തേത് ഒഴിഞ്ഞ സമയം. അതിൽ തന്നെ വ്യക്തമാണ് സമയവും ആരോഗ്യവും കളയാതെ നല്ല കാര്യത്തിന് വിനിയോഗിക്കണമെന്ന്. എന്നാൽ സോഷ്യൽ മീഡിയ വ്യക്തിത്വ വികസനത്തിനായി ഉപയോഗിച്ചാൽ അതിന്റെ ഗുണങ്ങൾ അനേകമാണ്. ധാർമ്മികാത്മീയ പാഠങ്ങളെ കേൾക്കാൻ അവസരം നൽകുന്നു. ഇന്ന് നമ്മുടെ വീടുകളിൽ അയൽവീടുകളിലും ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടി പ്രായമായവർക്ക് കൂടി ആശ്രയിക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെ പ്രഭാഷണങ്ങളെയും ആത്മീയ നേതൃത്വങ്ങളെയുമാണ്. സാമൂഹ്യ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനും ജനങ്ങളെ ഒന്നിപ്പിക്കാനും വളരെയധികം ഉപകാരപ്രദമാകുന്ന എന്നത് കഴിഞ്ഞ വർഷങ്ങളിലായി നമ്മുടെ അയൽനാടുകളിൽ പ്രകൃതി ദുരന്തങ്ങളിൽ നടന്നപ്പോൾ അവയിൽ മിക്കതും മറികടക്കാൻ നാം സോഷ്യൽ മീഡിയയിൽ വളരെയധികം ഉപയോഗപ്പെടുത്തി. നമുക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ ബിസിനസ്, തൊഴിൽ അവസരങ്ങൾ വികസിപ്പിക്കാനും പരസ്യങ്ങൾക്ക് വേണ്ടിയും ഇത് കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെയാണ്. ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? ഏതൊരു വസ്തുവിനെയും നന്മക്കായി ഉപയോഗിക്കണം എന്നാണല്ലോ. സോഷ്യൽ മീഡിയ വിനോദത്തിനായി മാത്രം വിനിയോഗിക്കാതെ അത് മുകളിൽ സൂചിപ്പിച്ചതുപോലെ ആത്മവികസനത്തിനും അറിവ് പങ്കിടുന്നതിനും സമൂഹത്തിന്റെ ഗുണകരമാകുന്ന കാര്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്ന എന്നതിനാണ് വിശ്വാസിയുടെ കടമ. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മനുഷ്യരിൽ ഏറ്റവും നല്ലവർ മറ്റുള്ളവർക്ക് ഉപകാരമുള്ളവരാണ്. അതിനാൽ സഹോദരങ്ങളെ, നമ്മുടെ സമയം കളയാതെ സോഷ്യൽ മീഡിയയെ അറിവ് പങ്കുവയ്ക്കാനും നല്ല സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാനും വ്യക്തിത്വം മെച്ചപ്പെടുത്താനും സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കണം. വിനോദം വേണ്ടത്ര ഉണ്ടായാലും അതിനെ അതിരുവിട്ടാൽ നഷ്ടം മാത്രം. നമ്മുടെ ജീവിതം, സമയം അള്ളാഹുവിന്റെ ഒരു അമാനത്താണ് എന്ന വാക്കുകൊണ്ട് ഞാൻ വിരാമം നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.